ഹായ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു താമരയെ നമുക്കൊന്ന് പരിചയപ്പെടാം. 2 താമരകളുണ്ട്. അപ്പോൾ ഒന്ന് ദാ ഈ കാണുന്നതാണൊന്ന്. ഇതൊരു യെല്ലോ പിയോണിയാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങി നട്ടിട്ട് ഒരു 1.5 മാസമായിട്ടേ ഉള്ളൂ. ദാ ഇപ്പോൾ ഒരു 2 ദാ ഈ ഒരു പൂവും വേറൊരു ദാ ഈ ഒരു മൊട്ടും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇത് നല്ല അടിപൊളി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയ ഒരു താമരയാണ്. അപ്പോൾ മുൻപ് ഞാനത് നല്ല പിന്നെ റേറ്റുള്ള സമയത്ത് ഞാനിത് വാങ്ങിയിട്ടുണ്ട്. അന്നപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഞാൻ വീണ്ടും വാങ്ങി നട്ടു. ദാ ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദാ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു നാടൻ താമരയാണ് ഈ കാണുന്നത്. ഇതെൻ്റെ കയ്യിലുള്ള ഒരു നാടൻ താമരയാണ് ദാ ഈ കാണുന്നത്. നമ്മൾക്ക് വളരെ ഒരു പരിചരണവും കൂടാതെ വളരെ കെയറൊന്നും കൊടുക്കാതെ നമ്മോടൊപ്പം നമ്മൾ പോകുന്നിടത്തൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു താമരയാണിത് ഈ കാണുന്ന ഒരു നാടൻ താമര. ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് വാടക മാറിപ്പോകുമ്പോഴേക്കും ഇതെല്ലാം വലിച്ച് പിന്നി കളഞ്ഞ് അതിൻ്റെ ചെറിയൊരു കട്ടിങ്സ് എടുത്ത് ഞാൻ ഒരു ബക്കറ്റിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു കൂടെ കൊണ്ടുപോകുന്നു. ഇവിടെ വന്ന് ഞാൻ അത് ഇതുപോലെ ഡപ്പയ്ക്കകത്താക്കി ഞാൻ വെള്ളവും വേറെ ഒരു വളവും ചേർത്തിട്ടില്ല. കുറച്ച് മണൽ ചേർന്ന മണ്ണാണ് ഇവിടുത്തെ മണ്ണ്. അപ്പോൾ അത് കുറച്ച് ഇട്ട് ഈ താമര അതിനകത്തോട്ട് ഇറക്കി വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിൽ പൂവിടാൻ തുടങ്ങി. ഇഷ്ടംപോലെ പൂക്കൾ വന്നിട്ടുണ്ട്. ഇതാ കാണുമ്പോൾ തന്നെ അറിയാം, അതിൽ മൊട്ടുകൾ പൂത്ത് കരിഞ്ഞു പോയതുണ്ട്, മൊട്ടുകളുണ്ട്, പൂക്കാൻ തുടങ്ങുന്നതുണ്ട്. ഇപ്പോൾ ഈ മഴയത്ത് കുറച്ച് 2-3 പൂക്കൾ വീണ് കൊഴിഞ്ഞ് ഒടിഞ്ഞു പോയതുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് പരിചരണങ്ങളൊന്നും കൂടാതെ തന്നെ നമുക്ക് നാടൻ താമര വളർത്തിയെടുക്കാനും നമ്മളെ വീട്ടിൽ ഇത്രയും മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ള ഹൈബ്രിഡ് താമരകളുടെ മൊട്ടിനൊക്കെ ഇത്രയും ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്രമാത്രം നല്ല ഭംഗിയാണ് ഈ നാടൻ താമരയുടെ ഈ കാണുന്ന ഈ മൊട്ട് കാണുമ്പോൾ തന്നെ അറിയാം, അത്ര നല്ല ഭംഗിയുള്ള നല്ല ഫ്ലവറാണ് നാടൻ താമരയ്ക്കുള്ളത്. അപ്പോൾ എൻ്റെ നാടൻ താമരയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.